പകരുന്നു ഭാഷ, അമ്മയിൽ ഉണരുന്നു സ്നേഹം, അറിവുകൾ പകരുന്നിത് അധ്യാപകർ, തണലായി നിൽക്കുന്നിത് അച്ഛൻ. നമസ്കാരം, ഞാൻ ഹെപ്സിബ സുന്ദരൻ. എൻ്റെ ഭാഷയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനൊരു മലയാളിയാണെന്ന്. അതെ, ഞാനൊരു മലയാളി തന്നെയാണ്. ഞാനൊരു മലയാളിയായി ഇരുന്നാൽ കൂടെ എൻ്റെ കലാലയ ജീവിതം ഞാൻ മുട്ടിട്ട് വിരിയിപ്പിച്ചത്, ഇല്ലെങ്കിൽ ഞാൻ ആരംഭിച്ചത് എക്കാലത്തെ മികച്ച KSR കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഫോർ വുമൻസിൽ നിന്നാണ്. നമുക്കറിയാം, വുമൻസ് എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥിനികൾക്കായി തരം തിരിച്ച അല്ലെങ്കിൽ മാറ്റിവെച്ച ഒരു വിദ്യാലയം തന്നെയാണ്. പക്ഷേ വുമൻസിൽ ഉപരി തന്നെ ഒരു 13ഓളം കോളേജുകളും അതിനൊപ്പം തന്നെ സുരക്ഷാ പ്രവർത്തനങ്ങളും അത്രത്തോളം ഉറപ്പാക്കിക്കൊണ്ടാണ് KSR എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ യാത്ര. നമ്മുടെ മഹാകവികൾ വള്ളത്തോൾ, കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം എന്നത് ജീവിതത്തിന്റെ അടിസ്ഥാനം. ഇതിനുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കി നൽകുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നോട്ട് മീ ബട്ട് യു എന്നൊരു മുദ്രാവാക്യത്തോടുകൂടെ മുന്നിട്ട് വന്ന കരയോഗമാണ് NSS. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഞാൻ കൂടെ ഒരു NSS വിദ്യാർത്ഥിനിയാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുമുണ്ട്. ഒരുപാട് വൃദ്ധസദനങ്ങൾ, ഒരുപാട് അനാഥാലയങ്ങളിലും സഹായങ്ങൾ നൽകിക്കൊണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട്, പല ജില്ലകളിലും നടന്ന ഒരുപാട് ക്യാമ്പുകൾ വിദ്യാർത്ഥിനികൾ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ KSR കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഫോർ വുമൻസിലെ NSS കാൻഡിഡേറ്റ്സ് ഇപ്പോഴും വിജയകരമായി അവരുടെ കരയോഗം മുന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൂവേ പൊലി പൂവേ പൊലി പൂവേ പൂവേ. അതെ, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കേരളീയരുടെ സ്വകാര്യ അഹങ്കാരമായ ആഘോഷം ഓണത്തെക്കുറിച്ചാണ്. ഒരു മലയാളി എന്ന നിലയിൽ ഞാനും പറയുന്നു, ഓണം എന്നത് കേരളീയരുടെ സ്വന്തം ആഘോഷം തന്നെയാണ്. നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് കേരളത്തെ പോലെ മറ്റൊരു സ്ഥലത്തും ഇത്രത്തോളം സന്തോഷമായിട്ട് ആരും ആഘോഷിക്കുന്നില്ല എന്ന്. 2019 എൻ്റെ കാൽച്ചുവടുകൾ ഞാൻ ഈ കലാലയത്തിൽ എടുത്ത് വച്ചത് മുതൽ ഇന്ന് വരെ നടന്ന ഓണാഘോഷങ്ങൾ ഞാൻ വളരെ സന്തോഷവും അഭിമാനവും കൊള്ളുന്നുണ്ട്. ചെണ്ടമേളം, തിരുവാതിര, അത്തപ്പൂക്കളം ഇങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഓണാഘോഷം വളരെ സന്തോഷത്തോടെയാണ് അവർ മുന്നിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഴമക്കാർ പറഞ്ഞു വന്ന കഥകൾ, മാവേലി, വാമനൻ കഥകൾ, ഈ കഥകൾ നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥിനികൾക്ക് അറിയില്ലെങ്കിൽ പോലും അവർ അത്രത്തോളം സന്തോഷത്തോടെ ഓണത്തെ സ്വന്തം പരിപാടിയായി ഏറ്റെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ജാതിമത ഭേദമന്യേ ഇങ്ങനെ ഒരു കോളേജ് പ്രവർത്തനങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടുത്തുകയും സന്തോഷത്തോടെ കുട്ടികൾ കൈകാര്യം ചെയ്യുന്നതിൽ, ഇങ്ങനൊരു കോളേജിൽ പഠിക്കുന്നതിൽ ഞാൻ സന്തോഷം കൊള്ളുന്നു, അതോടൊപ്പം അഭിമാനം കൊള്ളുന്നു.